Mindtrend FX. Your journey to mastering the markets begins now. Hi everyone, it's me Rahul. Welcome to Mindtrend FX YouTube channel. സോ നമുക്കൊരു ഡീറ്റെയിൽ അനാലിസിസിലോട്ട് തന്നെ പോകാം. നാളത്തേക്ക് വെനസ്ഡേ, ഇന്ന് എക്സ്പയറി ഡേ കഴിഞ്ഞു. ഒരു സൂപ്പർ ഡ്യൂപ്പർ ഡേ ആയിരുന്നു. നല്ല പ്രോഫിറ്റ് തന്നെ ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ വീഡിയോ ലാസ്റ്റ് ഡേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് നമ്മുടെ വീഡിയോ മാത്രം വാച്ച് ചെയ്താൽ മതിയായിരുന്നു. വിത്ത് യുവർ IQ, നിങ്ങളുടെ ജസ്റ്റ് ഒരു ട്രേഡിങ്ങിനെ കുറിച്ചുള്ള പ്രൊഫഷണൽ നോളജ്, ലൈക്ക് എന്താണ് പ്രൈസ് ആക്ഷൻ, എന്താണ് നടക്കുന്ന ഒരു നോർമൽ നോളജും കൂടി ഉണ്ടെങ്കിൽ യു ക്യാൻ ഈസി ടു ട്രേഡ് ദിസ് നിഫ്റ്റി. ഓക്കെ, ബിക്കോസ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നമ്മുടെ നിഫ്റ്റി ഏകദേശം ഈ റേഞ്ചിലായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് ജസ്റ്റ് കാണിച്ചു തരാം. ഈ റേഞ്ചിലായിരുന്നു ഇന്നലെ നിഫ്റ്റി ക്ലോസ് ആയത്, ഈ റേഞ്ചിലായിരുന്നു. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റിനെ നമുക്ക് 25,600 കിട്ടുകയാണെങ്കിൽ, ഈ റേഞ്ചിൽ നിഫ്റ്റിനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഇത്, സെക്കൻഡ് ടാർഗറ്റ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിൽ. ഓക്കെ, 781. അതല്ല നിഫ്റ്റി നേരെ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് എക്സാക്ട്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാലും രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്. നമ്മൾ പറഞ്ഞ ലെവലിൽ തന്നെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയി ഒരു ഗ്യാപ്പ് ഡൗണിൽ അവിടുന്ന് എന്ത് സംഭവിച്ചു, നേരെ റിജക്ഷൻ ആൻഡ് ദ പ്രൈസ് ആക്ഷൻ ഈസ് ക്ലിയർ ഹിയർ. എന്നിട്ട് നേരെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായി സെക്കൻഡ് ടാർഗറ്റിലോട്ട് മൂവ് ചെയ്തു. ആൻഡ് ഫൈനലി നിഫ്റ്റി 25,754 ഈ റേഞ്ചിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് ഇന്നലെ എക്സ്പയറി ആയിരുന്നു. മാർക്കറ്റ് നമ്മുടെ വീഡിയോ മൊത്തമായിട്ട് ഇരുന്ന് കാണുക. അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രൊഫഷണലായിട്ട് പഠിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും, നമ്മുടെ യൂട്യൂബ് മാത്രം കാണുന്നവരുണ്ടാവും. സോ നിങ്ങൾ യൂട്യൂബ് കണ്ടും നിങ്ങൾക്ക് കുറച്ചൊക്കെ, അതായത് ഒരു അഡ്വാൻസ് ലെവൽ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. സോ അങ്ങനെയുള്ളവർ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ഇത് ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പ്ലീസ് വാച്ച് ദ വീഡിയോ ടിൽ എൻഡ്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അപ്പം ഈ റേഞ്ചിൽ ക്ലോസ് ചെയ്തു. സോ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇന്നലെ ഏൺ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഐ തിങ്ക് LTF ഓൾറെഡി നമ്മൾ ഒരു 1 ഡേ ബിഫോർ പ്രയർ നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അത്യാവശ്യം വോളിയം പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നലെ ഈ റേഞ്ച് നമ്മൾ കൊടുത്തു, ബട്ട് സ്റ്റോപ്പ് ലോസ് ആയിട്ടില്ല, സ്റ്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ മൈ സ്റ്റുഡൻസ് നോസ് ഇതിൻ്റെ എവിടെ നിന്നായിരുന്നു ഫസ്റ്റ് എൻട്രി അവർക്ക് അറിയാം, അവർ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മൾ. ആൻഡ് സെക്കൻഡ് വൺ L&T നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ ഈ ഒരു ഹൈയുടെ മുകളിൽ നമുക്കിതിനെ ബൈ ചെയ്യാം. ഓക്കെ, സോ അത് അവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നലെ അത് മാത്രം മൂവ് ചെയ്തത് ഏകദേശം 89 പോയിൻറ്റ്സ് ആണ്. ഓക്കെ, ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു L&Tനെ പറ്റി. ഏകദേശം ഒരു 12-15 ആ ടൈമിൽ. അത് കഴിഞ്ഞിട്ടും L&T ഏകദേശം ഇവിടുന്ന് ഒരു 50 പോയിൻറ്റ് 30 പോയിൻറ്റ്സ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ ഡൂപ്പർ മൂവ് ആയിരുന്നു. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന്. ആൻഡ് ജസ്റ്റ് നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തത് നമ്മുടെ MFSL ആണ്. MFSL നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു 19 പോയിൻറ്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഓൺ ആണ്. നമ്മുടെ ഫൈനൽ ടാർഗറ്റ് 1879 ആണ്. ഓക്കെ, ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് DLF ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സ്റ്റിൽ ഇത് ഗ്രൂപ്പിൽ കൊടുത്തുള്ള ട്രേഡാണ്. ആ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്, മൂവ് ചെയ്തിട്ടില്ല. എൻട്രി പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ആ റേഞ്ചിൽ തന്നെയാണ് ഉള്ളത്. ആൻഡ് പിന്നെ നാളത്തേക്കുള്ള നമുക്ക് നോക്കാം വേറെ ഏതൊക്കെയാണ്. GPIL ഇതൊക്കെ ഞാൻ പിന്നെ പേഴ്സണലായിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമായിട്ട് കൊടുത്ത ട്രേഡ്സാണ്. ഓക്കെ, ആൻഡ് ഇൻഫി നമ്മൾ എൻട്രി പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ട്രേഡിംഗ് അറിയുന്ന ഒരാൾക്കാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ വരുമ്പം അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യണം, എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം. അപ്പം അത് കഴിഞ്ഞിട്ട് ആ ഒരു ക്യാൻഡിൽ പാറ്റേണിൻ്റെ ബേസിൽ ഇൻഫി തിരിച്ച് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പോവാം. ഡീറ്റെയിൽ ആയിട്ട് നാളത്തെ അനാലിസിലോട്ട് പെട്ടെന്ന് പോവാം. ഓക്കെ, സോ അതിന് മുന്നേ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് നാളെ ഏത് സെക്ടറിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ അതിന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ നിഫ്റ്റി PSE ഇൻഡെക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ ഇതിനകത്ത് സ്റ്റോക്സൊക്കെ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. നിഫ്റ്റി PSE ഒരു ഇൻഡെക്സ് ബ്രേക്ക് ഔട്ടിലോട്ടാണ് വരുന്നത്. സോ നിഫ്റ്റി PSEയിലെ സ്റ്റോക്കുകൾ നിങ്ങൾ നോക്കി വെക്കുക. നിഫ്റ്റി PSE ഏതൊക്കെ സ്റ്റോക്കെന്ന് അതിനകത്ത് നാളെ ട്രേഡ് ചെയ്യാൻ പറ്റും ഇൻട്രാഡേയിൽ. നിങ്ങൾ നോക്കിയാൽ മതി. സോ നിങ്ങൾ എപ്പോഴും
സെക്ടർ അനാലിസിസും ടോപ്പ് ഡൗൺ അപ്രോച്ച് ചെയ്യുമ്പം നിങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റോക്ക് മാത്രം എവിടെയെങ്കിലും സ്റ്റോക്ക് മാത്രം അതിൽ ചാടി കയറാതെ ജസ്റ്റ് അതിൻ്റെ ഇൻഡെക്സ് എന്താ ചെയ്യുന്നതും കൂടെ നോക്കണം. സോ അതിന് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. സോ നിഫ്റ്റി PSE ഇൻഡെക്സ് ഈസ് ഡൂയിങ് ഗുഡ്. ആൻഡ് ഓട്ടോ ഇൻഡെക്സിൽ നമ്മൾ താഴെ റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിമാൻഡ് സോണെന്ന് ഓട്ടോ ഇൻഡെക്സിൽ ബൈങ് വരുന്നുണ്ട്. സോ ഓട്ടോ ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകൾ നാളെ നിങ്ങൾക്ക് നോക്കാം. സോ ഓട്ടോ ഇൻഡെക്സ് ഓൾസോ ഗുഡ്, വെരി ഗുഡ്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ നിഫ്റ്റി CPSE ഈസ് വെരി ഗുഡ്. ഓക്കെ, നിഫ്റ്റി CPSE സെക്ടർ നിങ്ങൾക്ക് നോക്കാം. നിഫ്റ്റി CPSEയിലും ബൈയിങ് താഴ്ന്ന് വരുന്നുണ്ട്. ആൻഡ് ഹെൽത്ത് കെയർ സ്റ്റോക്സ് ഏതൊക്കെയാണ് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. നമ്മൾ നോക്കാറുണ്ട് മാക്സ് ഹെൽത്ത്, പിന്നെ ആസ്റ്റർ DM, അങ്ങനെ കുറച്ച് സ്റ്റോക്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ നോക്കി വെക്കുക. അതിന്നും ഒരു ബ്രേക്ക് ഔട്ടിലാണ്, നല്ല രീതിയിൽ ബൈയിങ് വരുന്നുണ്ട്. ആൻഡ് നിഫ്റ്റി ഫാർമ, ഓക്കെ, നിഫ്റ്റി ഫാർമ നിങ്ങൾ വാച്ച് ചെയ്യുക. നിഫ്റ്റി ഫാർമയിലും നല്ല രീതിയിൽ ബൈയിങ് വരുന്നുണ്ട്. ഡോക്ടർ റെഡ്ഡി, ലൂപ്പിൻ, ഗ്ലെൻമാർക്ക്, അങ്ങനെ നല്ല നല്ല സ്റ്റോക്സ് ഉണ്ട്. ഇതിനകത്തെല്ലാം നോക്കുക. ആൻഡ് FMCGയിലും നല്ല രീതിയിൽ നിന്ന് ബൈയിങ് വന്നിട്ടുണ്ട്. സോ FMCG സ്റ്റോക്സും നിങ്ങൾ നോക്കുക. സോ ഇതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലും നല്ല ഒരു എന്താ പറയുക ബൈയിങ് കാണാൻ ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾ നാളെ ഈ ഞാൻ പറഞ്ഞ സ്റ്റോക്സ് എല്ലാം ജസ്റ്റ് ഒന്ന് സെക്ടറൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നല്ലതായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ബാങ്കിങ് സെക്ടർ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടർ നമ്മുടെ ഇൻഡെക്സിൻ്റെ, അതായത് മാർക്കറ്റിൻ്റെ നല്ല രീതിയിലാണ് ബാങ്കിങ് പോകുന്നത്. ബാങ്കിങ് നല്ലതായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ആ ഒരു ബൈയിങ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ആ ഒരു ബൈയിങ് നമുക്ക് നിഫ്റ്റിയിലും കാണാൻ പറ്റും. സോ ഓക്കെ, സോ ബാങ്കിങ് സെക്ടർ നാളെ നല്ല പെർഫോം ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു PSU ബാങ്ക് ഇതെല്ലാം നല്ല പെർഫോം ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് നാളെ അതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിങ് ഇൻഡെക്സും നല്ലോണം ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ബാങ്കിങ് ഇൻഡെക്സിലും നമുക്ക് നല്ല രീതിയിൽ. സോ നമുക്ക് നാളെ നിഫ്റ്റി എന്താണ്, നാളെ നിഫ്റ്റിയുടെ അനാലിസിസ് എന്താണ്, നിഫ്റ്റിയുടെ ജസ്റ്റ് ഇത് നോക്കാം. ഇതൊക്കെ നമുക്ക് എടുത്ത് കളയാം നാളത്തേക്ക് വേണ്ടിയിട്ട്. സോ നാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ നാളെ അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ച് എന്തുകൊണ്ടാണ് ഇന്ന് 25,754 ആൻഡ് 25,700 ഒരു റേഞ്ചിൽ മാർക്കറ്റ് ക്ലോസ് ആയെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ ചെയിൻ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ചെയിനിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. 25,750 എന്ന് പറയുന്നതിൽ അവിടെ കോൾ റൈറ്റേഴ്സ്, അതായത് കോൾ OAയുടെ ചേഞ്ച് കണ്ടാൽ അറിയാം. ഏകദേശം ഒരു 4,10,000 റേഞ്ചിൽ, ഈ ഒരു റേഞ്ചിൽ OA അവിടെ ബിൽഡാണ്. ഓക്കെ, 25,750. അതുകൊണ്ടാണ് 25,750 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറാൻ കഴിയായിരുന്നത്. അതിന് തൊട്ട് താഴെയുള്ള 25,700 നിങ്ങൾ നോക്കിയറിയാം, അവിടെ 4,56,852. അതായത് ബയ്യറും സെല്ലറും ഏകദേശം ഒരേ റേഞ്ചിലാണ് ഉള്ളത്. ബയ്യറും സെല്ലറും ഏകദേശം ഈക്വൽ സ്ട്രെങ്ത് ആണ്. ആ ഒരു ഈക്വൽ സ്ട്രെങ്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചാർട്ടിലൂടെ നോക്കിയാൽ അറിയാം 25,750ക്കും 700 ഇടയ്ക്കും മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് നിന്ന് പോവുകയായിരുന്നു. സോ അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ജസ്റ്റ് ഓപ്ഷൻ ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ടോ 700 ആൻഡ് 750. ഇത് സെല്ലറാണ് 750യിൽ, ബയ്യർ 700ൽ സ്ട്രോങ് ആണ്. സോ ഇതിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25,700 സ്ട്രോങ് സപ്പോർട്ടായിട്ട് തന്നെ ഹോൾഡ് ആവുന്നുണ്ട്. പിന്നെ 25,750 ഒരു റെസിസ്റ്റൻസുമായിട്ട് ഹോൾഡ് ആവുന്നുണ്ട്. സോ മാർക്കറ്റ് ഈ രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഒബ്വിയസ്ലി അപ്പോൾ നാളെ നമ്മുടെ ക്ലിയർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നാളെ നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ 750 മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ വരണമെങ്കിൽ 775 ഈ ഒരു റേഞ്ചിന് മുകളിൽ മാർക്കറ്റിനെ കിട്ടണം. ഓക്കെ, 781 ഈ ഒരു റേഞ്ചിൻ്റെ മുകളിൽ മാർക്കറ്റിന് നാളെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത ടാർഗറ്റായിട്ട് 25,889 വരെ ട്രേഡ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഇറക്കി വെക്കാം ഈ ഒരു റെസിസ്റ്റൻസ് 25,883. അപ്പം 25,750 മുകളിലൊരു ബ്രേക്ക് ഔട്ട് നിഫ്റ്റി തരികയാണെങ്കിൽ, ഇപ്പോൾ നിഫ്റ്റി ബ്രേക്ക് ഔട്ട് തരുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം? നമ്മൾ നോക്കണം ഇൻഡെക്സ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അഡ്വാൻസ് ഡിക്ലൈൻ എത്രയാണ്, നിഫ്റ്റി സ്റ്റോക്സ് എന്താണ് ചെയ്യുന്നത്, ടോട്ടൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് എന്താണ്. ഇതെല്ലാം നമുക്ക് ഓക്കെ ആണെങ്കിൽ 25,750 മുകളിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് വന്നാൽ നമുക്ക് 25,883 രൂപ വരെ ട്രേഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതല്ല 25,700 താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു 25,680ക്ക് താഴെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് OA നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ നെക്സ്റ്റ് മേജർ സപ്പോർട്ട് 25,600 ഉള്ളത്, 25,600 ഈ റേഞ്ച് ഇന്ന് മാർക്കറ്റ് പോയത്. സോ ഈ റേഞ്ച് വരെ മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 25,750 മുകളിൽ മാർക്കറ്റ്
ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 750 മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ 25,883 അതിന് മുകളിലോട്ടുള്ള ടാർഗറ്റ് നമുക്ക് കാണാൻ കഴിയും. അതല്ല ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നോ ട്രേഡിംഗ് സോണാണ്. 25,667 താഴെ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ സപ്പോർട്ടിലോട്ട് മാർക്കറ്റ് വരും 25,600. സോ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് നാളെ പെർഫോം ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്? ടെക്നിക്കൽ അനാലിസിസ് നോക്കി, നമ്മൾ ഓപ്ഷൻ ചെയിനും നോക്കി, OI ചേഞ്ചസും നോക്കി, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ആൻഡ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോക്സ് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ദിസ് ഇസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ, ദിസ് ഈസ് ഓൺലി ഫോർ എ എഡ്യൂക്കേഷണൽ പർപ്പസ്. സോ നമ്മൾ നാളെ നോക്കിക്കഴിഞ്ഞാൽ ആസ്റ്റർ DM നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു ഹെൽത്ത് കെയർ ഈസ് ഡൂയിങ് ഗുഡ്. സോ ആസ്റ്റർ DM നാളെ 626 മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ ട്രേഡ് ചെയ്യാം. ഇതിനകത്ത് 1:2 നിങ്ങളുടെ ക്യാപിറ്റൽ വെച്ചിട്ട് ട്രേഡ് ചെയ്യാം. എൻ്റെ ടാർഗറ്റ് 649 ആണ്. അതുവരെ മൂവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആസ്റ്റർ DM. ആൻഡ് നെക്സ്റ്റ് വൺ MFSL ട്രേഡ് ഓൺ ആണ്. ഓൾറെഡി ഫിനാൻസ് ഇൻഡെക്സ് ഓക്കെ ആണ്. സോ ഇതിനകത്തും നല്ലൊരു മൂവ്മെൻറ്റ് നാളെ കാണാൻ കഴിയും. സോ MFSL, ആസ്റ്റർ DM ആൻഡ് ഓക്കെ, MFSL, ആസ്റ്റർ DM. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫി, BSE, നിഫ്റ്റി, ബജാജ് ഫിൻ. ബജാജ് ഫിൻ 106 അല്ല 1016 മുകളിൽ കയറി കഴിഞ്ഞാൽ 1016 മുകളിൽ ബജാജ് ഫിൻസിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1037 വരെ ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ ഞാനീ പറഞ്ഞിട്ട് തരുന്ന ട്രേഡ്സ് എല്ലാം നിങ്ങളുടെ ഓൺ അനാലിസിസിൽ ചെയ്യുക, നിങ്ങൾ ഓൺ റിസ്കിൽ ചെയ്യുക. ദിസ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ, ദിസ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. അത് ഓർത്ത് വെക്കണം. ആൻഡ് MFSL, ബജാജ് ഫിൻ ആൻഡ് ആസ്റ്റർ DM ഇതായിരിക്കും നമ്മുടെ നാളത്തെ ട്രേഡ്സ്. നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. നാളെ ഇതിനകത്ത് നല്ലൊരു മൊമെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ട്രേഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് IDBI ബാങ്ക് കൂടെ ഉണ്ട്. IDBI ബാങ്ക് നമുക്ക് 114 മുകളിൽ കിട്ടുകയാണെങ്കിൽ IDBI ബാങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാം. 1:2 ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ നാളത്തെ നിഫ്റ്റിയുടെ പ്ലാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 25,750 മുകളിൽ കിട്ടുകയാണെങ്കിൽ വി ക്യാൻ ട്രേഡ് അപ് ടു 25,883 ആൻഡ് 25,600 താഴെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ 25,600 വരെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ മാർക്കറ്റ് താഴെ ഗ്യാപ് ഡൗണിൽ വീഴുകയാണെങ്കിൽ നാളെ താഴെ നിന്ന് ഇതേപോലെ ബൈങ് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് വെച്ചിട്ട് ട്രേഡ് ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം എന്താണ് എഡ്യൂക്കേഷണലായിട്ട് നിങ്ങൾക്ക് വേണ്ടത് കാര്യങ്ങളെല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് ജോയിൻ ദ വാട്സപ്പ് ഗ്രൂപ്പ് ഫോർ ദ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഇതുവരെ വീഡിയോ കാണാത്തവരാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ ആൻഡ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ് ഫോർ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഏണിങ്സിന് വേണ്ടിയിട്ട്. ആൻഡ് ഫസ്റ്റ് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഫസ്റ്റ് ലേൺ ട്രേഡിംഗ് ദെൻ ഏൺ മണി ഫ്രം ദ മാർക്കറ്റ്. ആദ്യം ട്രേഡിംഗ് എന്താണെന്ന് പഠിക്കുക, ക്യാൻഡിൽസ് എന്താണെന്ന് പഠിക്കുക, ക്യാൻഡിൽസിൻ്റെ സ്റ്റോറി എന്താണെന്ന് പഠിക്കുക, ക്യാൻഡിൽസ് റീഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് പഠിക്കുക. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യാൻ നോക്കുക. എന്നിട്ട് ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്സും നിങ്ങൾക്ക് പ്രോഫിറ്റ്സും ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ബിസിനസ് ഇൻ ദ വേൾഡ്. ഓക്കെ, സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.